ഇന്നലെ 40-ാം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കസിൻസ് മലയാറ്റൂർ മല കയറാൻ വേണ്ടി പോയായിരുന്നു. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ പാനൽ പ്രാർത്ഥനകൾ ആരംഭിച്ചിട്ട് മല കയറാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ കയറാൻ തുടങ്ങിയപ്പോൾ കുറച്ച് പേര് കുരിശുമായിട്ട് മല കയറാൻ തുടങ്ങുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നു. ഫുഡ് കഴിച്ച ശേഷം ഞങ്ങൾ നേരെ മല കയറാൻ തുടങ്ങിയായിരുന്നു. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള വിശുദ്ധ തോമസ് ലീഹ AD 52 കൊടുങ്ങല്ലൂർ വന്ന് കപ്പലിറങ്ങുകയും AD 62 മലയാറ്റൂർ മലമുകളിൽ വന്ന് പ്രാർത്ഥിച്ചെന്നും ഭാരതത്തിൽ 7 പള്ളികൾ സ്ഥാപിച്ചു എന്നതുമാണ് ചരിത്രം. പിന്നീട് മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് കുന്തത്താൽ കുത്തപ്പെട്ട് മരിക്കുകയും ചെയ്തു. അങ്ങനെ മലയാറ്റൂർ മല ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയായി മാറി. സമുദ്രനിരപ്പിൽ നിന്നും 1300 അടി ഉയരത്തിലാണ് മലയാറ്റൂർ മല. 3 കിലോമീറ്ററോളം മല നടന്നു കയറാനുണ്ട്. ഇപ്പോൾ നോമ്പുകാലമായതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കാണ് മലയാറ്റൂർ മലയിൽ. കുരിശിന്റെ വഴി എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് വിശ്വാസികൾ മലയുടെ മുകളിലേക്ക് കയറുന്നത്. ജാതിമത ഭേദമന്യേ നിരവധി ആൾക്കാർ അവിടേക്ക് എത്താറുണ്ട്. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നിൻ കുരിശുമുത്തപ്പോ മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി തോമാശ്ലീഹയോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛൻ്റെ കുറച്ച് നേരത്തെ പ്രസംഗം ഞങ്ങൾ കേട്ട ശേഷം ഇപ്പം ആന കുത്തിയ പഴയ പള്ളിയുടെ അവിടെ ചെന്ന തോമാശ്ലീഹയോടെ പിന്നെയും പ്രാർത്ഥിച്ചു. അപ്പം നമ്മൾ ആന കുത്തിയ പാടുകൾ ഇവിടെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അടുത്താണ് ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ പൊന്നിൻകുരിശിൻ്റെ അടുത്താണ്. അപ്പം അവിടെ നിന്നും കുറച്ച് നേരം പ്രാർത്ഥിച്ച ശേഷം അവിടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ നമ്മൾ കയറി അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ച ശേഷം മല ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പം തോമാശ്ലീഹയുടെ കാൽപ്പാടങ്ങൾ പതിഞ്ഞ പാടാണ് ആ വട്ടത്തിൽ വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. അപ്പം ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം അവിടെ നിന്നുള്ള നേർച്ച